ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് ഭയങ്കര കൊടൂരമായിട്ടുള്ള ഒരു ഹൊറർ സിനിമയാണ്. ഇതൊരു ഹൊറർ സിനിമ എന്ന് പറയുന്ന സമയത്ത് ഇതിലെ ആ അഭിനേതാക്കളുടെ അഭിനയവും അതിൻ്റെ ഒരു സിറ്റുവേഷനും സ്റ്റോറിയുമാണ് നിങ്ങളെ ഹൊറർ മോഡിലേക്ക് കൊണ്ടുപോകുന്നത്. അല്ലാതെ പ്രേതം വരിക, ഒരു ബാധ കയറുക, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഒരു ക്രീച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമയല്ല. കംപ്ലീറ്റ്ലി ഇതൊരു സിറ്റുവേഷൻ, ആ ഒരു മൂഡ്, ആ ഒരു ഭീകര അന്തരീക്ഷം നിങ്ങളുടെ ഉള്ളിലേക്ക് എടുത്തിടുന്ന ഒരു സിനിമയാണ്. ഗെറ്റ് ഔട്ട് എന്നാണ് സിനിമയുടെ പേര്. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഹൊറർ ജോണറിൽപ്പെട്ട ഒരു സിനിമയാണ് ഗെറ്റ് ഔട്ട്. 2017 ഈ സിനിമ പുറത്തിറങ്ങിയത്. ജോർദൻ പീലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. അതിന് മുമ്പേ ഞാൻ രണ്ട് കാര്യം പറയാം. നമുക്ക് ഒരു ഐവെയറിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഭയങ്കര യൂണീക്കായിട്ട് ഞാൻ ചെയ്തെടുത്ത ഹോൾസെയിൽ ഡീലർമാരോടൊക്കെ സെലക്ട് ചെയ്തെടുത്ത കുറച്ച് ഐവെയർ സൺഗ്ലാസൊക്കെ എൻ്റെ വെബ്സൈറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. നിങ്ങൾക്കത് വാങ്ങണമെങ്കിൽ വാങ്ങിക്കാം. ഫ്രീ ഡെലിവറിയാണ്. പിന്നെ രണ്ടാമത്തതായിട്ട് നമ്മുടെ കൊളുക്കുമല ടീ ആണ്. അതും നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ leaftea.in എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ചായയാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഒരു വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചായയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാർക്കറ്റിങ്ങും അതിൻ്റെ ഒരു സെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈ ടീ എന്ന പേരിൽ. അപ്പോൾ അതൊന്ന് റീബ്രാൻഡ് ചെയ്തിട്ടാണ് ലീഫ് ടീ എന്ന പേരിൽ ഞാൻ വീണ്ടും തുടങ്ങിയത്. അപ്പോൾ സെൽമൈ എന്ന് പറഞ്ഞ സ്പെക്സിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ കയറി നോക്കുക. ചായ ലവറാണെങ്കിൽ നിങ്ങൾ ചായപ്പൊടി വാങ്ങാനായിട്ട് ലീഫ് ടീ എന്ന വെബ്സൈറ്റിൽ കയറി നോക്കുക. രണ്ടിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ബാക്ക് ടു അവർ മൂവി റിവ്യൂ. ജോർദൻ പീലി സംവിധാനം ചെയ്ത സിനിമയാണ് ഈ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ സിനിമ. ജോർദൻ പീലി നമ്മൾ നോപ്പ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്, മങ്കി മാൻ ഉണ്ട്, പിന്നെ അസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയുണ്ട്. ഇതൊക്കെ ഒരു ഭീകരാന്തരീക്ഷം തരുന്ന സിനിമകളാണ്. ഈ മൂന്നെണ്ണം ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കൊടൂരമായിട്ടുള്ളൊരു ഭീകരത്വം ആ ഓഡിയൻസിലേക്ക് കൊടുക്കുന്ന സിനിമകളാണ്. അപ്പോൾ ഈ ഒരു ഡയറക്ടറുടെ ഒരുവിധ എല്ലാ സിനിമയും അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ തന്നെയാണ്. ഗെറ്റ് ഔട്ട് ആണ് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമ. അതിൻ്റെ ഒരു കാരണം കൂടിയുണ്ട്. അത് ഞാൻ ഈ സിനിമയുടെ എൻഡിൽ പറയാം. കഥയിലേക്ക് വരുന്ന സമയത്ത് ക്രിസ് എന്നാണ് നമ്മുടെ നായകൻ്റെ പേര്. അപ്പോൾ ഈ സിനിമയിലെ ഈ നായകൻ്റെ കഥയിലേക്ക് വരുന്നതിന് മുമ്പ് സിനിമയുടെ തുടക്കത്തിൽ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു യുവാവിനെ ഒരു സ്ട്രീറ്റിൽ വെച്ചിട്ട് തട്ടിക്കൊണ്ടു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് എന്തിനാ കൊണ്ടുപോകുന്നതെന്നറിയില്ല. ഇവരിനി നമുക്കറിയാമല്ലോ, അമേരിക്കയിലൊക്കെ ഉള്ളൊരു സംഭവമാണ് ഈ കറുത്ത വർഗ്ഗക്കാരോട് വെളുത്ത വർഗ്ഗക്കാർ കാണിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും വളരെ ന്യൂനപക്ഷമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഗവിവേചനം എന്നൊക്കെ പറയുന്നത്, വർണ്ണവിവേചനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പം തോന്നും ഈ സിനിമയിലെ ബ്ലാക്ക് ആളുകൾക്ക് എതിരായിട്ട് ഈ ഒരു സിനിമ ഇങ്ങനെ റൺ ചെയ്ത് പോവുകയാണെന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്കല്ല ഈ സിനിമ പോകുന്നത്. അപ്പോൾ ബാക്ക് ടു സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ ക്രിസ് എന്ന നമ്മുടെ നായകൻ. അപ്പോൾ ഇദ്ദേഹത്തിനൊരു സുന്ദരിയായിട്ടുള്ള ഒരു വെളുത്ത വർഗ്ഗക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട്. റോസ് എന്നാണ് അവളുടെ പേര്. റോസ് ഒരു ദിവസം ക്രിസിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരികയാണ്. റോസ് വളരെ സന്തോഷകരമായിട്ടൊരു കാര്യം നമ്മുടെ ക്രിസിനെ അറിയിക്കുകയാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ വീട്ടിൽ പറഞ്ഞു. വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, നമ്മൾ രണ്ടുപേരെയും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ ക്രിസിനെ കാണണമെന്നുണ്ട്. അപ്പോൾ അവരെയും കൂടെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മാരേജിലേക്ക് കടക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ റോസ് ക്രിസിനോട് പറയും. അപ്പോൾ ക്രിസിന് ഏതാണ്ട് സന്തോഷമാവുന്നു. അതായത് തൻ്റെ കാമുകി തൻ്റെ ഭാര്യയാവാൻ പോകുന്നു. അവന് വേറെ എതിർപ്പൊന്നുമില്ല. അവൻ്റെ ആകെയുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത് അവൻ ബ്ലാക്ക് ആയതുകൊണ്ട് അവളുടെ വീട്ടുകാർ അവനെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടിയായിരുന്നു. അവരൊക്കെ പഴയ ആളുകളാണ്. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വർണ്ണ വിവേചനമൊക്കെ അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് അവരുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുമോ എന്നുള്ളൊരു ഉള്ളിലൊരു പേടി ക്രിസിനുണ്ട്. അങ്ങനെ ഇവർ റോസിൻ്റെ വീട്ടിലേക്ക് കാറിൽ യാത്ര ചെയ്യണം. ഈ കാറിൻ്റെ ഇടയിൽ ചെറിയൊരു ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മാഞ്ഞിടിച്ചിടുന്നു, ആ കാര്യങ്ങളൊക്കെ കഴിയുന്നു. അപ്പോൾ അപ്പോഴേ എന്തോ ഒരു ദുരൂഹത നമ്മുടെ ക്രിസിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. എന്തോ സംഭവിക്കാനിരിക്കുന്നുണ്ട്, എന്തോ ഒരു അപകടം എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തുന്നു. റോസിൻ്റെ അമ്മയും അച്ഛനും വളരെ സന്തോഷത്തോടുകൂടെ ക്രിസിനെ വെൽക്കം ചെയ്യുന്നു. അങ്ങനെ വീട്ടിലേക്ക് വളരെ ഹാപ്പി ആയിട്ട് അവർ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും മകളെ പറ്റിയിട്ടും അവരെ എങ്ങനെ കണ്ടുമുട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഇവളുടെ അമ്മ ഒരു സൈക്കാട്രിസ്റ്റാണ്. പിന്നെ അച്ഛനാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു പ്രസന്നവതനായിട്ടുള്ള ഒരു വ്യക്തി. അയാൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തൻ്റെ ഭാവി മരുമകനെ ക്ഷണിച്ചിരുത്തി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്.
ഇതുവരെയൊക്കെ ഹാപ്പി ആയിട്ടാണ് സിനിമ പോകുന്നത്. പക്ഷേ സിനിമയുടെ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് ക്രിസ് മനസ്സിലാക്കുകയാണ് താൻ അവിടെ എത്തിയത്, അല്ലെങ്കിൽ തന്നെ അവിടെ എത്തിച്ചത് വേറെ ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതെന്താണെന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ടു നോക്കുക. അതൊരു, ഞാൻ പറഞ്ഞല്ലോ സൈക്കാട്രിയും മനോ ഞാൻ പറഞ്ഞല്ലോ ഇവളുടെ അമ്മ ഒരു സൈക്കാട്രിസ്റ്റാണ്. അപ്പോൾ ഒരു മെൻ്റൽ സംഭവങ്ങളും മെൻ്റലിസവും കാര്യങ്ങളും, അതായത് അത് അവർ ചെയ്യുന്ന ഒരു കുറ്റകൃത്യം, അവർ ചെയ്യുന്ന ഒരു കൊടൂരമായിട്ടുള്ളൊരു കുറ്റകൃത്യം, അതിന് വേണ്ടിയിട്ടാണ് ക്രിസിനെ അവിടെ എത്തിച്ചിരിക്കുന്നത്. ക്രിസ് മാത്രമാണോ അതിൽ ഇരയായിട്ടുള്ളത്, അല്ലെങ്കിൽ റോസ് അതിൽ എന്ത് റോളാണുള്ളത്, റോസിന് അതിൽ എന്ത് റോളാണുള്ളത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റിവീൽ ആവുകയാണ് സിനിമയുടെ അതിന് ശേഷമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ. ഒരുപാട് എന്താ പറയുക, ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. പക്ഷേ അതൊരു ടോട്ടലി നമുക്കൊരു ഓവറോൾ നോക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു ഫിക്ഷണൽ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ക്രിസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം, അതാണ് നമ്മളെ പേടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഭൂതകാലം എന്ന സിനിമയിൽ പ്രേതങ്ങളെ കാണിച്ചിട്ടില്ലെങ്കിലും രേവതിയുടെയും ഷൈനികത്തിൻ്റെയൊക്കെ ഒരു എക്സ്പ്രഷനും അവരുടെ ഒരു അഭിനയവും കൊണ്ടിട്ടാണ് നമ്മൾ പേടിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ സിനിമയിലെ പല ആളുകളും, വന്നു പോകുന്ന പല ആളുകളും, അവർ പറയുന്ന ഡയലോഗുകൾ, അവരുടെ ആ ഒരു പേടിപ്പെടുത്തുന്ന സിറ്റുവേഷൻസുകൾ, അവരുണ്ടാക്കുന്ന ഒരു ഭീകര അന്തരീക്ഷം, അതൊക്കെയാണ് സിനിമയിലെ നമ്മളെ കണ്ടിരിക്കുന്ന നമ്മളെയും കൂടെ പേടിപ്പിക്കുന്നത്. കണ്ടു നോക്കുക ഗെറ്റ് ഔട്ട്. ഈ സിനിമയുടെ പേര് പറയുന്നത് പോലെ തന്നെ ഗെറ്റ് ഔട്ട്. ആരാണ് വെളിയിൽ പോകേണ്ടത്, ആരെയാണ് വെളിയിലേക്ക് തള്ളുന്നത്, ആരാണ് വെളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നത്, അതൊക്കെ കൂടെ പറഞ്ഞ് തരുന്ന ഒരു സിനിമയാണ് ഗെറ്റ് ഔട്ട്. തീർച്ചയായിട്ടും കണ്ടുപോകുക. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഹൊറർ സിനിമയാണ് ഗെറ്റ് ഔട്ട്. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ഗൈസ്.